ജെൽ പെർമിയേഷൻ ക്രൊമറ്റോഗ്രഫി. അപ്പോൾ ജെൽ പെർമിയേഷൻ ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിമർ മോളിക്യൂളിൻ്റെ വെയ്റ്റ് ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു പവർഫുൾ മെത്തേഡാണ് പോളിമറിൻ്റെ കംപ്ലീറ്റ് മോളാർ മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ GPCയിൽ നമ്മൾ ഡൈല്യൂട്ട് പോളിമർ സൊല്യൂഷനെ ഇഞ്ചെക്റ്റ് ചെയ്യാണ് ഒരു സോൾവെൻറ്റ് സ്ട്രീമിലേക്ക്. പോറസ് ജെൽ അടങ്ങിയിട്ടുള്ള ബീഡ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കോളത്തിലൂടെ ഇതിനെ ഫ്ലോ ചെയ്യിക്കുന്നു. ജെല്ലിൻ്റെ പോറോസിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏകദേശം 50 മുതൽ 10⁻⁶ ആംസ്ട്രോങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്മാൾ സോൾവെൻറ്റ് മോളിക്യൂളിന് ബീഡ്സിന് ചുറ്റും അതുപോലെ തന്നെ ബീഡ്സിലൂടെയൊക്കെ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് പോളിമർ മോളിക്യൂൾസിനെ ക്യാരി ചെയ്തുകൊണ്ടാണ് പാസ് ചെയ്യുന്നത്. സ്മോളസ്റ്റ് പോളിമർ മോളിക്യൂൾസിന് ബീഡ്സിലെ മിക്ക പോർസിലൂടെയും പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ലോങ് ഫ്ലോ പാത്താണ് ഉള്ളത്. പക്ഷേ ലാർജസ്റ്റ് പോളിമർ മോളിക്യൂൾസിന് അതിന് കഴിയില്ല. കാരണം അതിൻ്റെ ഗ്രേറ്റർ മോളിക്കുലാർ സൈസ് കാരണം. അതിൻ്റെ ഫലമായിട്ട് അതിന് ഷോർട്ടർ ഫ്ലോ പാത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ GPCനെ സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമറ്റോഗ്രഫി എന്ന് വിളിക്കാറുണ്ട്. അവിടെ പോളിമർ മോളിക്യൂൾസിനെ എല്യൂട്ട് ചെയ്യാണ് ക്രൊമറ്റോഗ്രഫി കോളത്തുനിന്ന് മോളിക്കുലാർ സൈസിൻ്റെ ഡിഗ്രീസ് ഇൻ ഓർഡറിൽ. ഇത്തരത്തിൽ എല്യൂട്ട് ചെയ്തതിൽ നിന്നും പോളിമറിൻ്റെ കോൺസെൻട്രേഷനെ മോണിറ്റർ ചെയ്യാണ്. ദെൻ ക്രൊമറ്റോഗ്രാം ഒബ്റ്റെയിൻ ചെയ്യാണ്. ക്രൊമറ്റോഗ്രാം പ്ലോട്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് എല്യൂഷൻ വോളിയമായിട്ടാണ്. ഇത് മോളാർ മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഇൻഡിക്കേഷനാണ് തരുന്നത്. ഇത്തരത്തിലുള്ള ക്രൊമറ്റോഗ്രാം ലോ മോളിക്കുലാർ മാസ് അഡിറ്റീവ്സിൻ്റെ പ്രസൻസിനെ റിവീൽ ചെയ്യുന്നുണ്ട്. അതൊരു സെപ്പറേറ്റ് പീക്കായിട്ട് തന്നെ നമുക്ക് ക്രൊമറ്റോഗ്രാമിൽ കാണാൻ പറ്റും.